കണ്ണഞ്ചിപ്പിക്കുന്ന നീലിമ. അതാണ് എൻ്റെ പ്രത്യേകത. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശശീസ് ഹെൽത്തി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മിറാക്കിൾ ഫ്ലവറായ നമ്മളുടെ ശംഖുപുഷ്പത്തെക്കുറിച്ചാണ്. എൻ്റെ അടുത്ത് വലിയൊരു പന്തൽ പോലെ പടർന്ന് നിൽപ്പുണ്ട് ശംഖുപുഷ്പം. എന്നും ഇതിലിഷ്ടം പോലെ ഫ്ലവറിങ് ഉണ്ട്. ഇപ്പം ഒരു ഫെബ്രുവരി തൊട്ട് ഒരു നവംബർ ഡിസംബർ വരെ നല്ല പോലെ ഫ്ലവേഴ്സ് കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ എന്നത്തെയും രാവിലെ മോർണിംഗ് റുട്ടീനാണ്. ഇത് കണി കാണുന്നത് ഒരുപാട് നല്ലതാണെന്ന് ആസ്ട്രോളജിക്കലി പറയാറുണ്ട്. അപ്പോൾ ഇത് രാവിലെ കണി കാണുകയും ചെയ്യാം. എന്നും ഞാൻ എൻ്റെ പൂജയുടെ ആവശ്യങ്ങൾക്കായിട്ട് കുറേ പൂവ് പിച്ചാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും വീട്ടിലാണേലും പൂജയ്ക്ക് നമുക്ക് ശംഖുപുഷ്പം ഒരുപാട് യൂസ് ചെയ്യാവുന്നതാണ്. ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ അൺലിമിറ്റഡ് ആണ്. ശംഖുപുഷ്പം വീട്ടിൽ വളർത്തുക ഒരുപാട് ഐശ്വര്യമുള്ള ഒന്നാണ് ആസ്ട്രോളജിക്കലി. എല്ലാവർക്കും പണ്ടൊന്നും ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ ഇത്രയും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവർക്കും ഏകദേശം അറിയാം. അപ്പോൾ നമ്മൾ കുറേ ഫ്ലവർ പറിച്ചു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ അല്ല, പക്ഷേ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് നമുക്ക് കിട്ടുന്ന ശംഖുപുഷ്പത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമല്ല, ബ്യൂട്ടി ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ആസ്ട്രോളജിക്കൽ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നമ്മൾക്ക് ഇതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ്ലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പൂജയ്ക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ടും ക്ഷേത്രങ്ങളിൽ കൊടുക്കാനായിട്ടും നമ്മൾക്ക് ശംഖുപുഷ്പം എപ്പോഴും കൊണ്ടുപോകാവുന്നതാണ്. ഒരുപാട് നല്ലതാണ്. ശംഖുപുഷ്പം ദ മിറാക്കിൾ ഫ്ലവർ എന്ന് വേണം പറയാൻ. ശംഖുപുഷ്പത്തിന് സംസ്കൃതത്തിൽ ശംഖുപുഷ്പി എന്നും മലയാളത്തിൽ ശംഖുപുഷ്പം എന്നും ഹിന്ദിയിൽ അപരാജിത എന്നും ഇംഗ്ലീഷിൽ ദ ബട്ടർഫ്ലൈ പീ എന്നും ഏഷ്യൻ പീഗോൺ പീ എന്നും പറയാറുണ്ട്. അപ്പോൾ കുറേ പേരുകളുണ്ട് ശംഖുപുഷ്പത്തിന്. പിന്നെ ഇതിന് വിഷ്ണുക്രാന്ത എന്നും പറയാറുണ്ട്. തുളസി പരിപാലിക്കുന്നത് പോലെ തന്നെ വളരെ ശുദ്ധിയോടെയും വൃത്തിയോടെയും വേണം ശംഖുപുഷ്പം പരിപാലിക്കുന്നത്. ശംഖുപുഷ്പം എവിടെ നട്ടിരിക്കുന്നോ അവിടെ എപ്പോഴും വൃത്തിയാക്കിയിടുകയും അതിനാ ഒരു എന്താ പറയുന്നത്, നമ്മളൊത്തിരി അഴുക്ക് വെള്ളമോ അങ്ങനെ വൃത്തികേടായിട്ടിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഒരു ദൈവികമായിട്ട് ശക്തി കൂടിയുള്ള ഒരു പുഷ്പമാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമ്മളുടെ ഹെൽത്തിന് നമ്മൾ പൈസ കൊടുത്ത് മരുന്ന് വാങ്ങി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അതിലൊക്കെ നല്ലതാണ് നമ്മളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ഇതും കൊണ്ട് തന്നെ പല ഹോം റെമഡീസ് ഹെൽത്തിനും സ്കിന്നിനും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വേറെ ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ശംഖുപുഷ്പത്തിൻ്റെ സീഡ്സ് നട്ടു വളർത്തുമ്പോൾ ചിലപ്പോൾ അത് കിളിച്ചു വന്നു കഴിഞ്ഞ് തരുന്ന പൂ വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് കളറിലാണ് ശംഖുപുഷ്പം ഉള്ളത്, ഒന്ന് നീലയും ഒന്ന് വെള്ളയും. അപ്പം കണ്ണഞ്ചിപ്പിക്കുന്ന ഈ നീലിമ ഇത് കാണാൻ മാത്രമല്ല ഭംഗി, ഇത് ഒരു പവർ ഹൗസാണ് ഹെൽത്തിൽ എല്ലാം കൊണ്ടും. അപ്പോൾ ഇതിനി വാസ്തുപ്രകാരം പറയുവാണെങ്കിൽ നമ്മളിത് നടണ്ട വീടിൻ്റെ എവിടെ നടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ 4 കോർണറുകളിലും നമുക്ക് നടാവുന്നതാണ്. പക്ഷേ ഈശാനുകോണം വടക്ക് കിഴക്കേ മൂലയ്ക്കാണ് ശംഖുപുഷ്പം പ്ലാന്റ് നടാനുള്ള വാസ്തുപ്രകാരം നല്ല പ്ലേസ്. അപ്പോൾ ഞാൻ വടക്ക് കിഴക്കേ മൂലയ്ക്കാണ് നട്ടിരിക്കുന്നത്. ബാക്കി 4 മൂലയ്ക്ക് നട്ടിട്ടുണ്ട് ഓൾറെഡി, അതിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ ബട്ടർഫ്ലൈ പീ അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിൽ ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് അതായത് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ മെൻ്റൽ വെൽബീയിങ് ശരിയാവുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ സ്കിൻ കുറച്ച് നേരെയാവും. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഏജിങ്, ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി കൊലാജൻ മെയിൻറ്റെയിൻ ചെയ്യുകയും സ്കിൻ ഇലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. സ്കിൻ പ്രൊഡക്ട്സ് ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതായത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ പുറത്തുനിന്ന് ഇതിൻ്റെ സ്കിൻ പ്രൊഡക്ട്സ് ആയുർവേദത്തിൽ വാങ്ങുവാണെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ് ശംഖുപുഷ്പത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സിനും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ വീട്ടിൽ കുറച്ചൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതെങ്ങനെയെന്ന് വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ സോപ്പ്, ഷാമ്പൂ, ജാം, നമുക്ക് കഴിക്കുന്ന ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്ന ജാം, പ്ലസ് ഡ്രിങ്ക്സ്, ഹെൽത്ത് ഡ്രിങ്ക്സ്, സ്ക്വാഷ്, ഇതെല്ലാം മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. പണ്ടിതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇതിൻ്റെ മാർക്കറ്റിംഗ് അത്ര ഈസി അല്ല. അപ്പോൾ അത് ഓൺലൈനിനെ ആശ്രയിച്ച് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദ കമ്പനീസ് ത്രൂ ഒക്കെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. ഹെയർ ഗ്രോത്തിനും ഇത് ഒരുപാട് നല്ലതാണ്. ഇനി ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ബ്ലൂ ടീ ആയിട്ട് നമ്മളെല്ലാവരും ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ആ ബ്ലൂ ടീ കുടിക്കുക മാത്രമല്ല, നമുക്കിതിൻ്റെ മെഡിസിനൽ പ്രൊഡക്ട്സുകളും വാങ്ങാനായിട്ട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഹീറ്റ് ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മളിതിൻ്റെ ഒരു കപ്പ് ബ്ലൂ ടീ കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡെയിലി ഒരു കപ്പ് ബ്ലൂ ടീ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതൊരു കൂളിംഗ് എഫക്റ്റ് തരുന്നതായിരിക്കും. മാത്രമല്ല ഇത് ഡൈജഷന് ഒരുപാട് നല്ലതാണ്. ഫുഡൊക്കെ ഒരുപാട് ഡൈജസ്റ്റ് ആവാതെ ഇരിക്കുന്നത്. അപ്പോൾ ഡൈജഷൻ ഒരുപാട് നല്ലതായതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റൊമക്ക് ക്ലീൻ ചെയ്യാനും അതിൽ കൂടെ നമ്മളുടെ സ്കിൻ ഹെൽത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ലതായി കിട്ടുന്നു. കാരണം വയറ് ശരിയല്ലാത്തപ്പോഴാണ് പലരുടെയും സ്കിന്നിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഒരുപാട് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇത് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഒരുപാട് ലോ ആക്കാനായിട്ട് സഹായിക്കുന്നു. ഹൈ BP പേഷ്യൻസിന് ഡെയിലി ഇത് ഒരു കപ്പ് ബ്ലൂ ടീ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കണ്ടിന്യൂ എടുക്കുന്ന മെഡിസിൻ ചിലപ്പോൾ നമുക്ക് നിർത്താം ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇത് എങ്ങനെ കുടിക്കാം എന്നുകൂടി പറയാം. അത് ഞാൻ ലാസ്റ്റിൽ ബ്ലൂ ടീ ഉണ്ടാക്കി കാണിക്കുന്ന സമയത്ത് പറയാം. ഇത് എന്നും കുടിക്കാമോ, എത്ര നാൾ കുടിക്കാം, എത്ര സമയമെടുക്കാം എന്നുള്ളത് അതുകൂടി വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. ഹാർട്ട് ഡിസീസ്, അതായത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് രക്ഷപ്പെടാൻ കഴിയും. എത്രയോ പേഷ്യൻസാണ് ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, BP ഹൈ ആയിട്ട് ഒത്തിരി പേഷ്യൻസിന് നമ്മൾ സേവ് ചെയ്യാൻ പറ്റാറുണ്ട്. മെഡിസിൻ കഴിക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനിൽ ചിലപ്പോൾ കുറവെടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ നിർത്തേണ്ടി വരികയോ ചെയ്യാം. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആയിട്ടുള്ള പേഷ്യൻസ് ഇത് എടുക്കരുത്. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആക്കാനും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ ശംഖുപുഷ്പം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ ലോ ആയിട്ടുള്ളവർ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഹൈ BP ഉള്ളവർക്ക് ഇത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ നമുക്ക് മെഡിസിൻസ് ആയുർവേദത്തിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് ആയുർവേദത്തിൽ ശംഖുപുഷ്പത്തിന് വലിയൊരു പങ്കുണ്ട്. A to Z മെഡിസിൻസിന്. ആ മെഡിസിൻസ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻസ് ആകാം, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ആകാം. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള എല്ലാ മെഡിസിൻസുകളിലും ആയുർവേദത്തിൽ ശംഖുപുഷ്പം യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എല്ലാം ശംഖുപുഷ്പം നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഓർമ്മക്കുറവിനുള്ള മെഡിസിനുകളിൽ, ഓർമ്മശക്തി കൂട്ടാനായിട്ടുള്ള മെഡിസിനുകൾ, അതിലെല്ലാം ശംഖുപുഷ്പം യൂസ് ചെയ്യുന്നുണ്ട് ആയുർവേദത്തിൽ. അപ്പം ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾസമേഴ്സ് പോലത്തെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മശക്തി കുറയുന്ന എല്ലാ അസുഖങ്ങൾക്കും, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ശംഖുപുഷ്പം വലിയ ഒരു ഹെൽപ്പും നല്ലൊരു മെഡിസിനും ആണ്. വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് നാച്ചുറലി യൂസ് ചെയ്യാവുന്നതാണ്. ഡയബറ്റിക് പേഷ്യൻസിന് ബ്ലഡ് ഷുഗർ കുറയ്ക്കുകയും അതിൽ നിന്നുണ്ടാകാവുന്ന മറ്റ് പല അസുഖങ്ങളും അതോടെ തന്നെ നമുക്ക് ഡിക്രീസ് ചെയ്യാനോ കുറയ്ക്കാനോ കഴിയും. സ്ട്രെസ്സാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരുടെയും. സ്ട്രെസ്സ് കൂടുതലാണിന്ന്. അപ്പോൾ ആ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ എന്നും ഒരു കപ്പ് ബ്ലൂ ടീ എടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബേൺ അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കാനായിട്ടും ബ്ലൂ ടീ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ടുള്ള പ്രൊഡക്ട്സുകൾ ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ടുള്ള മെഡിസിനുകൾ ഹെൽപ്പ് ചെയ്യും. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇതിനകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാഡ് കൊളസ്ട്രോൾ LDL
കുറയ്ക്കുകയും ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ശംഖുപുഷ്പം. അലർജി സംബന്ധിതമായ, ബാക്ടീരിയ സംബന്ധിതമായി ബോഡിയിൽ എന്ത് പ്രോബ്ലംസുകൾ, അസുഖങ്ങളുണ്ടെങ്കിലും അത് കുറച്ചിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ശംഖുപുഷ്പം ടീ ഒരുപാട് നല്ലതാണ്. എത്ര നാൾ നമ്മൾക്ക് ബ്ലൂ ടീ എടുക്കാം? ബ്ലൂ ടീ നമുക്ക് 1 മാസം കണ്ടിന്യൂ എടുക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ 1 മാസം കണ്ടിന്യൂ എടുക്കാതെ 3 വീക്സ് ഡെയിലി 1 കപ്പ് ബ്ലൂ ടീ എടുക്കാവുന്നതാണ്. ഇതാണ് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കണക്ക്. ഡെയിലി എടുക്കാം, കുഴപ്പമില്ല. 3 വീക്സ് കണ്ടിന്യൂസ്ലി എടുത്തോളൂ. 1 വീക്ക് വിടുക. അത് കഴിഞ്ഞ് പിന്നെയും നെക്സ്റ്റ് മന്ത് തൊട്ട് പിന്നെയും 3 വീക്സ് എടുക്കുക, 1 വീക്ക് വിടുക. പിന്നെയും പറയുന്നു, ബ്ലഡ് ഷുഗർ ലെവല് ലോ ആയിട്ടുള്ളവർ ബ്ലൂ ടീ എടുക്കരുത്. ബ്ലഡ് ഷുഗർ ലെവൽ നന്നായി കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടീസ് ഇതിലുണ്ട്. അപ്പം കുറച്ച് ദിവസം നിങ്ങൾ ബ്ലൂ ടീ എടുത്തു കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. കൊളസ്ട്രോൾ ലെവലോ ബി പിയോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് ഒക്കെ കുറയുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഇതിൻ്റെ എല്ലാ മെഡിസിൻസിന് ആയുർവേദത്തിൽ ശംഖുപുഷ്പം അല്ലെ ശംഖുപുഷ്പി ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സുകൾ എങ്ങനെയൊക്കെ, മാർക്കറ്റിംഗ് എങ്ങനെ, ഇത് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. കഴിയുന്നതും ഇപ്പം മഴ സീസണാണ്. അപ്പോൾ ഇത് ഒരുപാട് നനഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കളറിലാണല്ല, ആ കളർ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഡിമ്മാവും. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ടാണ് കുറച്ച് ഡിമ്മായിട്ടുണ്ട്. ഇത് ഭയങ്കര ഡാർക്ക് ബ്ലൂ ആണ്. അപ്പം ഇതിൻ്റെ കളറ് ലൈറ്റ് ആവാതെ നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും പ്ലക്ക് ചെയ്യുവാണെങ്കിൽ മോർണിംഗിൽ തന്നെ, മഴയില്ലാത്ത സമയത്ത് തന്നെ പ്ലക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഉണക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് കാണാമെന്ന് കരുതുന്നു. പ്ലാന്റ് ഒരുപാടുണ്ട്. നിങ്ങൾക്കിതൊരു ഉപജീവന മാർഗമാക്കണം, ഇത് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ഇത് സെയിൽ ചെയ്യാവുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതിന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നല്ല വില കൊടുത്താണ് നമ്മൾ 20 ഗ്രാംസ് ഒക്കെ 250 രൂപ തൊട്ട് പ്രൊഡക്റ്റ് അവൈലബിൾ ഉണ്ട്. 450 രൂപ വരെയാണ് 20 ഗ്രാമിന്, 30 ഗ്രാമിനും 50 ഗ്രാമിനും ഒക്കെ. പല ബ്രാൻഡ്, പല കമ്പനീസ്, പലരും പേഴ്സണലായിട്ട് വീടുകളിൽ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് അതൊക്കെ. അപ്പം നിങ്ങൾക്കൊരു ഉപജീവന മാർഗമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ പിച്ചിയെടുക്കുന്ന ഫ്ലവേഴ്സ് ഇത് ഉണങ്ങിയെടുക്കുക. ഇനി ഉണങ്ങിയെടുത്ത ഫ്ലവറാണ് ഇത്. ഇതെൻ്റെ ഒരു 4 ദിവസം മാത്രം ഉണങ്ങിയെടുത്ത ഫ്ലവറാണ്. അത് സൺലൈറ്റിൽ വെക്കാതെ ആണ് ഉണങ്ങിയെടുത്തിരിക്കുന്നത്. നമ്മളിത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ട് ഒരിക്കലും ഉണങ്ങിയെടുക്കരുത്. സൺലൈറ്റിൽ വെച്ചിട്ട് ഉണങ്ങിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ നഷ്ടപ്പെടാനുള്ള ആ സാധ്യതയുണ്ട്. ഇതിൻ്റെ കളറിലാണ് ആ ഗുണങ്ങൾ മൊത്തം. അപ്പം നമ്മളിത് വീട്ടിൽ തന്നെ ഏതെങ്കിലും ക്ലീൻ സർഫേസിലോ ടേബിളിലോ ഇട്ടിട്ട് ഉണങ്ങിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഗ്ലാസ് ടേബിളുണ്ട്, ആ ടേബിളിൽ നിരത്തിയിട്ടിട്ടാണ് ഉണങ്ങിയെടുക്കുന്നത്. ഇനി ഇത് ഫംഗസ് വരാതെ, പൂപ്പ് വരാതെയൊക്കെ സൂക്ഷിക്കണം. അതുമുണ്ട്. മഴ സീസണാണ്. ഇതങ്ങ് ഫംഗസ് വരാതെ, പൂപ്പ് വരാതെയൊക്കെ സൂക്ഷിക്കണം. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നോക്കുക. ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. എങ്കിലേ അത് നമുക്ക് നാളെ പാക്ക് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ടീ ബാഗ്സ് ഉണ്ടാക്കി, പിന്നെ പാക്കിംഗ് കവർ ഉണ്ടാക്കി നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. ടീ ബാഗ്സിനകത്ത്, ഒരു ടീ ബാഗ്സിനകത്ത് 3 or 4 ഫ്ലവർ മാത്രമാണ് നമ്മൾ ഇടുന്നത്. ഈ ഫ്ലവർ 3 or 4 ഫ്ലവർ മാത്രമാണ് ഇടുന്നത്. 1 കപ്പ് ടീക്ക് അത് ധാരാളമാണ്. ഇത് സൺലൈറ്റിൽ ഒരു കുട നിവർത്തി വെച്ചിട്ട് അതിനടിയിലോട്ട് വെച്ച് വേണം ഉണക്കിയെടുക്കാനും. അതുപോലെ തന്നെ ഇത് കുറച്ച് ദിവസം കൂടി ആയതാണ്. ഇത് ഞാൻ ഉണങ്ങി വെച്ചിട്ട് ഒരു 1 month ആയതാണ്. അപ്പോൾ ഇത് കുറച്ചേറെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പൂപ്പലും ഒന്നും പിടിച്ചിട്ടില്ല. ഈ പ്രൊഡക്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചേറെ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലവർ പൊടിഞ്ഞ് കിട്ടും. ഇതിൻ്റെ ഫ്ലവർ മാത്രം നമുക്കിങ്ങനെ പൊടിഞ്ഞ് കിട്ടും കുറച്ചേറെ ഉണങ്ങിക്കഴിയുമ്പോൾ. ഈ ഏറെ ഉണങ്ങിക്കഴിയുമ്പോൾ ഈ പൊടിഞ്ഞ് കിട്ടുന്ന അത് കൊണ്ട് നമുക്ക് ക്രീമുകൾ ഉണ്ടാക്കാം. ഡയറക്റ്റ് എടുത്തും നമുക്ക് ഫ്രഷ് ഫ്ലവറും കൊണ്ടും ക്രീമുകൾ ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് ഞാൻ കുറേ ഉണങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെനിക്ക് പാക്കിംഗ് ചെയ്യണം. ഇതിൻ്റെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആയുർവേദ ഷോപ്പുകളിലോ കമ്പനികളിലോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവരും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കും. അപ്പോൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുക അത്ര ഈസിയല്ല. അതിനൊക്കെ ഉള്ള ഇത് കണ്ടുപിടിക്കണം സോഴ്സസ്. ആർക്കെങ്കിലും ശംഖുപുഷ്പം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡ്രൈ ശംഖുപുഷ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ഓൺലൈനിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ അഡ്രസ്സോ പേരോ പറഞ്ഞിട്ട്. അപ്പോൾ ശംഖുപുഷ്പം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന
റേറ്റിൽ നിന്ന് എന്തായാലും അതിലും നിങ്ങൾക്ക് ബെറ്റർ റേറ്റിൽ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കമൻറ്റ്സ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാം എന്ന് കൂടി നോക്കണ്ടേ? ഇതിൻ്റെ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ നുള്ളി എടുത്തിരിക്കുന്ന ഫ്രഷ് ഫ്ലവേഴ്സ് 3-4 ഫ്ലവർ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. 3 ഫ്ലവർ മതിയായിരിക്കും, ധാരാളമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അതിനകത്ത് വല്ല പൊടിയുമുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മൂട്ടിൽ ഈ ഒരു തണ്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഊരി കൊടുക്കുക. അത് അങ്ങനെ ഊരിയിലേലും കുഴപ്പമില്ല, എന്നാലും അതൊന്ന് നമുക്ക് ഒന്ന് എടുത്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഉണക്കുന്ന സമയത്തും നമുക്കിത് ഇതിൻ്റെ ഈ ഒരു തൊപ്പി ക്യാപ്പ് അതൊന്ന് ഊരിയിട്ട് ഉണക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആവും. അത് വെച്ചിട്ട് ഉണക്കിയാലും കുഴപ്പമില്ല, ഉണങ്ങിക്കഴിഞ്ഞെടുത്താലും മതി. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലോട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് ഇടാൻ പോവുകയാണ്. ഒരു ഗ്ലാസ്സിലോട്ട് നമ്മളുടെ ഉണങ്ങിയ ഡ്രൈ ഫ്ലവേഴ്സ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഫ്ലവേഴ്സ് ഇടാൻ പോവുകയാണ്. ഇനി നമുക്ക് ബോയിൽഡ് വെള്ളം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചു. വെള്ളം ബോയിലായിട്ടുണ്ട്. നമുക്കിനി ആ ശംഖുപുഷ്പം ഇട്ടിരിക്കുന്ന കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ഇട്ടിരിക്കുന്ന ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കളറ് കൂടുതൽ ഇളകുക. അതേസമയം നമ്മൾ വെള്ളത്തിലോട്ടിട്ട് തിളപ്പിക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് കളർ ഇളകത്തില്ല. ഇപ്പം ഞാൻ നമ്മുടെ ഉണങ്ങിയ ഫ്ലവേഴ്സും ഫ്രഷ് ഫ്ലവേഴ്സും 2 ഗ്ലാസ്സിലായിട്ട് വെച്ചിട്ടുണ്ട്. 2ലും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം വേണം എപ്പോഴും ഒഴിച്ചു കൊടുക്കാൻ. ഒരുവിധം ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിതിൻ്റെ ഫുൾ ആ ഒരു കളർ ഇറങ്ങി റിസൾട്ട് കിട്ടത്തില്ല. നല്ല തിളച്ച ബോയിലായിട്ടിരിക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിത് രണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഒരു 6-7 മിനിറ്റ് നേരം കൊണ്ട് 6-7 മിനിറ്റ് ഒരു 10 മിനിറ്റ് നേരം കൊണ്ടോ നമുക്കിത് എന്തായാലും ഇതിൻ്റെ കളർ ഇളകി കിട്ടുന്നതായിരിക്കും. അപ്പം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 8 മിനിറ്റോളം ആയിട്ടുണ്ട്. 2 ഗ്ലാസ്സിലെ ഞാൻ ടീ കാണിക്കാം. കളർ കണ്ടോ? രണ്ടിനും ഒരുപോലെ കളർ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഫാക്റ്റ് നമ്മുടെ ഇതിൻ്റെ കളർ കൂടുതലാണ്. നമ്മൾ ഇത് ഡ്രൈ ഫ്ലവർ ആയിരുന്നു ഇട്ടേ, എത്രത്തോളം ഡാർക്ക് കളർ ഇറങ്ങി നോക്കിക്കേ. ഞാനൊരു 4 ഫ്ലവർ ആയിരുന്നു ഇട്ടേ. 4 ഫ്ലവറും ഇടണ്ട. ഇതുപോലെ ഒരു കപ്പ് ടീ കാണുന്നുണ്ടെങ്കിൽ ഒരു 3 ഫ്ലവറൊക്കെ ഡ്രൈ ഫ്ലവർ ഉണങ്ങിയ ഫ്ലവർ ഇട്ടാൽ മതി. ഇനി നമ്മുടെ ഈ ഫ്രഷ് ഫ്ലവർ ഇട്ട് ഇത് നോക്കാം. ആഹാ, എന്താ ഡാർക്ക് കളർ കണ്ടില്ലേ? അതിൻ്റെ കളറ് ഇനിയും കുറച്ച് ഡിസോൾവ് ആവാനുണ്ട്. കംപ്ലീറ്റ് ഡിസോൾവ് ആയിട്ടില്ല. കുറച്ച് നേരം കൂടെ വെക്കാമെങ്കിൽ കുറച്ച് നേരം കൂടെ കളർ ഇറങ്ങും. ടീ ബാഗ്സ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാനും പറ്റും. 2 കളറും തമ്മിൽ നോക്കിയേ, ഒരേ ഇതാണ്. അതായത് ഫ്രഷ് ഫ്ലവർ ഇട്ട് ഉള്ള ശംഖുപുഷ്പം ടീക്കും നമ്മളുടെ ഉണങ്ങിയ ഫ്ലവർ ഇട്ട ശംഖുപുഷ്പം ടീക്കും ഒരേ കളറ് പെട്ടെന്ന് ഒരേ സമയം കൊണ്ട് ഇളകി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേൻ ആഡ് ചെയ്യാം, ഷുഗറോ ഹണിയോ ആഡ് ചെയ്യാം. അങ്ങനെയും കുടിക്കാം, ഇതൊന്നുമില്ലാതെയും കുടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഷുഗറും ഹണിയും ഒന്നും ആഡ് ചെയ്യാതെയാണ് എപ്പോഴും ഇത് കുടിക്കുന്നത്. വെറും ചൂടുവെള്ളം കുടിക്കുന്ന അതേ ടേസ്റ്റോടെ നമുക്കിത് കുടിക്കാൻ പറ്റും. ശംഖുപുഷ്പം ടീ റെഡി ആയിട്ടുണ്ട്. 2 രീതിയിൽ കുടിക്കാം. ഇത് വെറുതെ അങ്ങ് സിപ്പ് ചെയ്ത് കുടിക്കാം. ഇതിനും പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. ഫ്ലവറിൻ്റെ ഒരു ചെറിയ ആ ഒരു സ്മെല്ല് ടേസ്റ്റ് വരാം. ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് കുടിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ചൂടുവെള്ളം കുടിക്കത്തില്ലേ, അതുപോലെ തന്നെ അങ്ങ് കുടിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഒരല്പം തേനോ ഷുഗറോ ആഡ് ചെയ്യാവുന്നതാണ്. ശംഖുപുഷ്പം ടീ പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ടീ തന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെച്ച് തണുപ്പിക്കുക. അതിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷുഗറോ തേനോ ആഡ് ചെയ്ത് ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂടൊക്കെയല്ലേ, അപ്പം കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ചൂട് സമയത്ത് നമുക്കിതൊരു കൂൾ ഡ്രിങ്ക് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഷുഗർ ചേർക്കാതെയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. തേനും ഷുഗറും ഒന്നും ചേർക്കില്ല. നോർമൽ വാട്ടർ ആയിട്ടാണ് ഞാൻ കുടിക്കാറ്. ഓക്കെ, നമ്മൾ വേറൊരു കാര്യത്തിനും കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഫുഡ് ഐറ്റംസുകളിൽ ചില കൺട്രീസുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിലും യൂസ് ചെയ്യാറുണ്ട്, ഇന്ത്യയിലും യൂസ് ചെയ്യാറുണ്ട്. ഇത് ഫുഡിൽ യൂസ് ചെയ്യാറുണ്ട്. കളർ ആഡ് ചെയ്യേണ്ട ഫുഡുകളിൽ, മിഠായികളിലൊക്കെ നാച്ചുറൽ കളർ ആയിട്ട് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഡെയിലി ബ്യൂട്ടി ഒരു ശീലമാക്കുക. ഒരു 1 ടൈം ഡെയിലി എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കണ്ട.
ആസ്ട്രോളജിക്കൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി, ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി, ബ്യൂട്ടി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി, ഇനി അതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്ന് മനസ്സിലായി. അപ്പോൾ ശംഖുപുഷ്പം വീട്ടിലുണ്ടെങ്കിൽ ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്യുക, കെയർ ചെയ്യുക. ഇന്ന് എല്ലാ മെഡിസിൻസുകൾക്കും ആയുർവേദത്തിലും ബ്യൂട്ടി പ്രൊഡക്ട്സിലും എല്ലാത്തിലും ശംഖുപുഷ്പം ഒരു മെയിൻ ഘടകം, ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ നല്ലതുപോലെ മനസ്സിലായി വരുന്നു. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ ലൈക്സും കമൻസും തരിക. നിങ്ങളുടെ കമൻസും വ്യൂസുമാണ് ആവശ്യം. വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി അല്ലെങ്കിൽ ഒരു ഹെൽത്തി വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു. നമ്മൾക്ക് ഫേസ് ക്രീം ശംഖുപുഷ്പം കൊണ്ട് എങ്ങനെയുണ്ടാക്കാം? ആ ഡാർക്ക് കളറിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ വാട്ടർ നമ്മൾ ആലോവേര ജെല്ലിലോ 1 സ്പൂൺ ആലോവേര ജെല്ലെടുത്ത് അതിൽ മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ക്രീമി ഫോമിൽ വരും. ഒരു ബ്ലൂ കളറിലുള്ള നല്ല ക്രീമായിട്ട് മാറും. അത് രാത്രിയിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിൽ കഴുകിക്കളയുകയും ചെയ്യാം. ഒരുപാട് വ്യത്യാസം വരും. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് റിയലൈസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം കുറേയേറെ ഉണങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മുറ നിറച്ച് ഉണങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ പുറത്തുനിന്ന് ഈ ക്യാപ്പ് എടുത്ത് മാറ്റിയിട്ട് ഉണങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഞാനിപ്പോൾ ഈ ഉണക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ക്യാപ്പ് മാറ്റിയിട്ടുണ്ട്, കുറച്ചിൻ്റെ മാറ്റാൻ മറന്നുപോയി. ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത് കൂടിപ്പോയാൽ ഒരു 150-200 ഗ്രാം കാണും, അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. ഇത്രയും ഒരു മുറം നിറച്ച് ഇതിന് വെയിറ്റ് ഒട്ടും കാണില്ല. ഉണങ്ങിക്കഴിയുമ്പം നമ്മൾ എത്ര ഉണങ്ങിയാലും ഒട്ടും വെയിറ്റ് കാണില്ല. 50 ഗ്രാം പോലും കാണില്ല. 20-25 ഗ്രാം പാക്കറ്റ്സുകൾക്ക് ഓൺലൈനിൽ 400 രൂപയ്ക്കാണ് നമ്മൾ ശംഖുപുഷ്പം വാങ്ങുന്നത്. ഈ ഉണങ്ങിയെടുത്ത നമ്മളുടെ ശംഖുപുഷ്പം നമുക്ക് അഴുക്കാവാതെ കേടുകൂടാതെ പ്രിസർവ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ഉണങ്ങിയ ജാറോ ബോട്ടിൽസുകളോ ഒക്കെ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ടോ നല്ലതുപോലെ ഉറപ്പ് വരുത്തുക അതിനകത്ത് മോയ്സ്ചറൊന്നും ഇല്ലാന്ന്. ഒട്ടും മോയ്സ്ചർ ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ അതിൻ്റെ അടപ്പും എല്ലാം ഒന്ന് വൃത്തിയാക്കി നല്ലതുപോലെ ടിഷ്യൂ കൊണ്ട് തുറച്ചെടുക്കുക. നമ്മളുടെ കയ്യിലും ഒട്ടും മോയ്സ്ചർ ഉണ്ടായിരിക്കാൻ പാടില്ല, വെള്ളമുണ്ടായിരിക്കാൻ പാടില്ല. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനല്ലേ. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫ്ലവർ, ഫ്രഷ് ഫ്ലവർ, പ്ലക്ക് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഫ്രഷ് ഫ്ലവർ നമുക്കിത് ഉണക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലോട്ടെങ്ങാനും കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഫ്ലവർ പതുക്കെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. വലിയ ഫോഴ്സ് ചെയ്തത് കഴുകിയെടുക്കുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് കുറേ നേരം വെള്ളത്തിലിട്ടേക്കാതെ പെട്ടെന്ന് നമ്മളിതങ്ങ് എടുക്കുക. ഇപ്പോൾ ആ വെള്ളത്തിന് തന്നെ ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങ് എടുക്കുക. ഇത് ഉണങ്ങാൻ വെക്കുക. ഞാനിപ്പോൾ ഇത് പ്ലേറ്റിലോട്ട് തന്നെ ഡയറക്റ്റ് വെയിലിലോട്ട് വെച്ച് ഒന്ന് ഉണക്കുകയാണ്. ഡയറക്റ്റ് വെയിലിൽ വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കളർ നഷ്ടപ്പെടും. ഡയറക്റ്റ് വെയിലിലോട്ട് ഇപ്പം വെച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് വെള്ളമയമില്ലേ, ആ വെള്ളമയം ഒന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് ഡയറക്റ്റ് വെയിലിലോട്ടൊന്ന് വെക്കാം. ആ വെള്ളമയം മാറിക്കഴിയുമ്പം നമ്മൾ ഡയറക്റ്റ് വെയിലിൽ വെക്കാതെ ഇതിന് മുകളിലൊരു കുട, അംബ്രേല നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണക്കിയെടുക്കാൻ.